ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1990 ആദ്യത്തിൽ മലയാളികളുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടജോഡിയായി മാറിയ ജയറാമും പാർവതിയും നായികനായകന്മാരായി അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. ജയറാമും പാർവതിയും ഒരുപിടി ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചെങ്കിലും ജോഡിയായി അഭിനയിച്ചത് ആകെ 10 ചിത്രങ്ങളിലായിരുന്നു. ഇനി ഏതൊക്കെയാണ് ഈ 10 ചിത്രങ്ങളെന്ന് നോക്കാം. ജയറാം പാർവതി ജോഡികൾ ആദ്യമായി ഒരുമിച്ച ചിത്രമായിരുന്നു 1988 നവംബർ 25 തിയേറ്ററുകളിലെത്തിയ വിറ്റ്നസ്. ഒരു സസ്പെൻസ് ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തത് വിജി തമ്പിയായിരുന്നു. സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ ഒരു വില്ലൻ വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, മധു, തിലകൻ, സുകുമാരൻ, ജയഭാരതി തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തു. കോമഡി നിറഞ്ഞ ആദ്യ പകുതിയും സസ്പെൻസ് നിറഞ്ഞ രണ്ടാം പകുതിയുമായി പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയ ഈ ചിത്രം അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ആവറേജ് വിജയം കൈവരിച്ച ചിത്രമായിരുന്നു. പ്രിയങ്ക ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഔസേപ്പ് ബച്ചനായിരുന്നു നിർവഹിച്ചിരുന്നത്. ജയറാമും പാർവതിയും നായികനായകന്മാരായി എത്തിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു 1989 മാർച്ച് 3 തിയേറ്ററുകളിലെത്തിയ പുതിയ കരുക്കൾ. ഷാരോൺ പിക്ചേഴ്സിന്റെ ബാനറിൽ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു റിവെഞ്ച് ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. ജയറാം ആദ്യമായി ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ പാർവതി നായികയായി മുഴുനീള കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. തമ്പി കണ്ണന്താനം തന്നെ നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു പുതിയ കരുക്കൾ. MG സോമൻ, ലാലു അലക്സ്, ഭീമൻ രഘു, സത്താർ, ഗണേഷ് കുമാർ, സിത്താര തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം SP വെങ്കടേഷിന്റെ മനോഹരമായ സംഗീതത്തിലൊരുങ്ങിയ ഗാനങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടിയിരുന്നു. ജയറാം പാർവതി ജോഡികളായി എത്തിയ അടുത്ത ചിത്രമായിരുന്നു 1989 ജൂൺ 16 തിയേറ്ററുകളിലെത്തിയ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. കമലിന്റെ സംവിധാനത്തിൽ രഞ്ജിത്തിന്റെ തിരക്കഥയിലൊരുങ്ങിയ ഈ ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. പ്രമേയത്തിലെയും അവതരണത്തിലെയും വ്യത്യസ്തത കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ ഈ ചിത്രം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. കാസിൽ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രം അതുകൊണ്ട് തന്നെ മികച്ച കളക്ഷനിൽ കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയോടെ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം കരസ്ഥമാക്കി. മോഹൻലാൽ അതിഥി താരമായി വേഷമിട്ട ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ്, PC ജോർജ്, സിദ്ദിഖ്, ജഗദീഷ് തുടങ്ങി വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ജയറാമിന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ 100 ദിവസം പിന്നിട്ട മലയാള ചിത്രമായിരുന്നു പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ. ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചത്. ജയറാം പാർവതി ഒരുമിച്ച അടുത്ത ചിത്രമായിരുന്നു 1989 ഒക്ടോബർ 27 തിയേറ്ററുകളിലെത്തിയ പ്രാദേശിക വാർത്തകൾ. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം പാർവതിയെയും ജയറാമിനെയും നായികനായകന്മാരാക്കി കമൽ ഒരുക്കിയ ഈ ചിത്രവും ഒരു മുഴുനീള കോമഡി ചിത്രമായിരുന്നു. പെരുവണ്ണാപുരം പോലെ മലയാളത്തിലെ ഒട്ടുമിക്ക ഹാസ്യതാരങ്ങളെയും ഒരുമിച്ചണിയിച്ചൊരുക്കിയ ഈ ചിത്രം എന്നാൽ പ്രമേയത്തിലെ പുതുമയില്ലായ്മ കാരണം സാമ്പത്തികമായി പരാജയം ഏറ്റുവാങ്ങി. ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ്, CI പോൾ, ജനാർദ്ദനൻ, സിദ്ദിഖ്, KPS ലളിത, ഫിലോമിന, പപ്പു തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചത്. ജയറാം പാർവതി ജോഡികൾ ഒരുമിച്ച അടുത്ത ചിത്രമായിരുന്നു 1990 ജൂലൈ 19 തിയേറ്ററുകളിലെത്തിയ പാവക്കൂത്ത്. ജയറാം നായകനായി എത്തിയ ഈ ചിത്രം K. ശ്രീകുട്ടനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. രഞ്ജിത്ത് തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഒരു കുടുംബ ചിത്രമായിരുന്നു. പാർവതിയും രഞ്ജിനിയും നായികമാരായി എത്തിയ ഈ ചിത്രം ശാന്തി സിനി ആർട്സിന്റെ ബാനറിൽ MG ഗോപിനാഥായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഇന്നസെന്റ്, നെടുമുടി, MG സോമൻ, മാമുക്കോയ തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ജയറാമിന്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നിരുന്നാലും സാമ്പത്തികമായി ഒരു പരാജയ ചിത്രമായിരുന്നു പാവക്കൂത്ത്. ജോൺസന്റെ സംഗീത സംവിധാനത്തിൽ ഒരുങ്ങിയ മികച്ച ഗാനങ്ങൾ മാത്രമായിരുന്നു ഈ ചിത്രത്തിന്റെ ഏക ഹൈലൈറ്റ്. ജയറാം പാർവതി ജോഡികൾ ഒരുമിച്ച അടുത്ത ചിത്രമായിരുന്നു 1990 ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 31 തിയേറ്ററുകളിലെത്തിയ ശുഭയാത്ര. ബോംബെയുടെ പശ്ചാത്തലത്തിലൊരുക്കിയ ഒരു കോമഡി ഫാമിലി എന്റർടൈനറായിരുന്നു ശുഭയാത്ര. കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രം തരക്കേടില്ലാത്ത കുടുംബചിത്രം എന്ന പേര് നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു ശുഭയാത്ര. ജോൺസൺ സംഗീത സംവിധാനം നിർവഹിച്ച ഈ ചിത്രത്തിൽ മലയാളത്തിലെ ഒരുപിടി ഹാസ്യതാരങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി സാമ്പത്തികമായി ഈ ചിത്രം വിജയം കൊയ്തില്ല.
ജയറാം പാർവതി ജോഡികൾ ഒരുമിച്ച അടുത്ത ചിത്രമായിരുന്നു ഓഗസ്റ്റ് 31 തന്നെ തിയേറ്ററുകളിലെത്തിയ ജയറാം ശ്രീനിവാസൻ ഒരുമിച്ച തലയണ മന്ത്രം. മുദ്ര ആർട്സിന്റെ ബാനറിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് ശ്രീനിവാസനായിരുന്നു കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയത്. കുടുംബ ചിത്രങ്ങളുടെ സംവിധായകൻ നർമ്മത്തിന്റെ മേമ്പൊടിയിൽ റിയലിസ്റ്റിക്കായി എടുത്ത ഈ ചിത്രം കുടുംബ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്ത ഓണച്ചിത്രമായിരുന്നു. ഉർവശിയും പാർവതിയും നായികമാരായി എത്തിയ ഈ ചിത്രത്തിൽ ഉർവശിക്ക് കേരള സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച ചിത്രമായിരുന്നു തലയണ മന്ത്രം. മലയാളത്തിലെ ഒട്ടുമിക്ക ഹാസ്യതാരങ്ങളും അണിനിരന്ന ഈ ചിത്രം 90 ഓണത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ജോൺസൺ ആയിരുന്നു ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ജയറാം പാർവതി ജോഡികളെ ഒരുമിച്ച അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 25 തിയേറ്ററുകളിലെത്തിയ കുറുപ്പിന്റെ കണക്ക് പുസ്തകം. ബാലചന്ദ്ര മേനോൻ കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം നിർവഹിച്ച ഈ ചിത്രം കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഒരു കുടുംബ ചിത്രമായിരുന്നു. ബാലചന്ദ്ര മേനോനും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ജയറാമിനെയും പാർവതിയെയും കൂടാതെ ഗീതയും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു. കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയിൽ സാമാന്യം തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയ ഈ ചിത്രം സാമ്പത്തികമായി വിജയം കൈവരിച്ച ചിത്രമായിരുന്നു. ബാലചന്ദ്ര മേനോൻ തന്നെയായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. മോനിഷ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, തിക്കുറിശി, ജനാർദ്ദനൻ, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ജയറാം പാർവതി ജോഡികൾ ഒരുമിച്ച അടുത്ത ചിത്രമായിരുന്നു 1990 നവംബർ 2 തിയേറ്ററുകളിലെത്തിയ രാധാമാധവം. തിലകൻ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം സുരേഷ് ഉണ്ണിത്താനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഈ ചിത്രത്തിൽ ഗീതയായിരുന്നു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതെങ്കിലും പാർവതി ജയറാമിന്റെ നായികയായിട്ടായിരുന്നു എത്തിയിരുന്നത്. AK ലോഹിതദാസ് കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയ രാധാമാധവം നല്ല കുടുംബ ചിത്രമെന്ന പേര് നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ അത് ഉദ്ദേശിച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു രാധാമാധവം. നിരവധി ചിത്രങ്ങളുടെ കുത്തൊഴുക്കിൽ രാധാമാധവം വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. വിദ്യാധരൻ മാസ്റ്റർ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ജയറാമും പാർവതിയും ഒരുമിച്ച അവസാനത്തെ ചിത്രമായിരുന്നു 1990 നവംബർ 23 തിയേറ്ററുകളിലെത്തിയ മാലയോഗം. ജയറാം, മുകേഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സിബി മലയിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഒരു ചിത്രമായിരുന്നു. AK ലോഹിതദാസ് കഥാതിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം കൃപ ഫിലിംസ് ആയിരുന്നു നിർമ്മിച്ചിരുന്നത്. പാർവതി നായികാവേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ മുരളി, ചിത്ര, തിലകൻ, ഇന്നസെന്റ്, ജഗദീഷ് തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ചിത്രം തിയേറ്ററുകളിലെത്തിയതെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ മാലയോഗം ഒരു പരാജയ ചിത്രമായി മാറി. മോഹൻ സിത്താരായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ഈ ചിത്രത്തിന് ശേഷം പാർവതി ജയറാമിന്റെ നായികയായി ഒരു ചിത്രത്തിലും അഭിനയിച്ചില്ല. ആകെ സമ്മറി നോക്കുമ്പോൾ ജയറാം പാർവതി ജോഡികളായി എത്തിയ 10 ചിത്രങ്ങളിൽ 3 ചിത്രങ്ങൾ സാമ്പത്തികമായി വിജയം കൈവരിച്ചു. ഒരു ചിത്രം ആവറേജ് വിജയത്തിലൊതുങ്ങി. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ 35% ആണ്. 6 ചിത്രങ്ങൾ പരാജയങ്ങളായി മാറി. ഇത്രയുമാണ് ജയറാം പാർവതി നായികമാരായി എത്തിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.